എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഈ ബ്രോഡ് ബീൻസ് വെച്ചിട്ടുള്ളൊരു കറി ഉണ്ടാക്കാം. ഇതിനെ മലയാളത്തിൽ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. തമിഴിൽ മൊച്ച എന്ന് പറയും, പിന്നെ ലീമ ബീൻസ് എന്ന് പറയും. ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു പയറാണ്. നമ്മളിപ്പോൾ നോൺ വെജ് കഴിക്കാത്തവരൊക്കെ ആണെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം ഇത് കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ്. അപ്പോൾ ഈ കറി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ ദോശയുടെ ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ പയർ സാധാരണ കടല അതുപോലെ ചന്നയൊക്കെ പോലെ തന്നെയാണ്. ഒന്നില്ലെങ്കിൽ ഓവർനൈറ്റ് കുതിർത്താനായിട്ട് വെക്കുക, അല്ലെങ്കിൽ ഒരു 8 മണിക്കൂർ നേരെയെങ്കിലും കുതിർത്താനായിട്ട് വെച്ചതിന് ശേഷം ഇത് നമുക്ക് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പം മേലെ ഈ പയറിൻ്റെ മേലെ നിൽക്കണ പോലെ ഉണ്ടാവണം വെള്ളം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ നേരം വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ വെന്തോ നോക്കാം. ഇപ്പോൾ കണ്ട കറക്റ്റ് ഇങ്ങനെ നല്ല നമ്മളിങ്ങനെ അമർത്തുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പൊടിഞ്ഞു പോകണം. അതേപോലെ നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ടാവണം. ഇനി നമുക്കിതിലെ ഗ്രേവിയിലേക്കുള്ള മസാല എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു പാത്രം വെച്ച് ചൂടാവുമ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഒരു വലിയ സവോളയുടെ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക, അതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഒരു വലിയ തക്കാളിയുടെ പകുതി ചേർത്ത് കൊടുക്കുക. ഒരു 4 വെളുത്തുള്ളി. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റുക. ഒരു തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നാൽ മതി. നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചെരുകിയത്. അപ്പോൾ നമ്മൾ ഗ്രേവിക്ക് അനുസരിച്ചിട്ടാണ് തേങ്ങ ചേർക്കേണ്ടത്. കൂടുതൽ വേണമെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ കൂടുതൽ ചേർത്ത് കൊടുക്കുക, അതല്ലെങ്കിൽ 1 കപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നാൽ മതി. തേങ്ങ ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി, തേങ്ങയിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ട് വന്നാൽ മതി. ഇപ്പോൾ ഇതാ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം. ഇനി ഒരു പാത്രം വെച്ച് ചൂടാവുമ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ എടുത്ത സബോളയുടെ പകുതി സബോള ചെറുതായിട്ട് കട്ട് ചെയ്തത് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില. സബോള നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ ഏകദേശമൊക്കെ ഒന്ന് വഴണ്ട് കിട്ടണം. എന്നാൽ ബ്രൗൺ കളറൊന്നും ആവണ്ട. വഴണ്ട് വരുമ്പോൾ നമ്മൾ എടുത്തേക്കുന്ന തക്കാളിയുടെ പകുതി തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇത് നന്നായിട്ട് വഴറ്റുക. ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. നിങ്ങൾ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഈ മസാലപ്പൊടികളൊന്നും കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് വഴറ്റാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ടിട്ട് വെന്തിട്ട് നല്ലോണം ഉടഞ്ഞിട്ട് വരണം. അതുവരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കണ ബ്രോഡ് ബീൻസ് അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിലെ വെള്ളം എല്ലാം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നിങ്ങനെ നന്നായിട്ട് ഇളക്കുക. ഇളക്കിയതിന് ശേഷം ഇത് തിള വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണ തേങ്ങ പേസ്റ്റ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് അഥവാ ഗ്രേവി ഭയങ്കര തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. കാരണം നമ്മളിത് ഇനി ഒരു 10 മിനിറ്റ് നേരം സിമ്മിലിട്ട് വെക്കണം. അപ്പോൾ ഒരുപാട് തിക്കായിട്ടുള്ള ഗ്രേവി ആണെങ്കിൽ ഒരുപാട് വെള്ളം വറ്റിപ്പോവും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നന്നായിട്ട് തിളച്ചു. ഇനി നമുക്കിത് സിമ്മിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് നേരം വെക്കാം. അപ്പോൾ ഈ ഗ്രേവിയുടെ കളറൊക്കെ മാറി വരും. അതുപോലെ തന്നെ ഒന്ന് തിക്കായിട്ട് വരും ഗ്രേവി. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മൂടി വയ്ക്കൊന്നും വേണ്ട, നമ്മളിങ്ങനെ തുറന്ന് തന്നെ വെച്ചാൽ മതി. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതാ കളറൊക്കെ നല്ല മാറി വന്നു. ഒരു ഓറഞ്ച് യെല്ലോ കളറായിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രേവിയൊക്കെ കുറച്ച് നല്ല തിക്കായിട്ടുണ്ട്. ഇത്രയുള്ളൂ നമ്മുടെ ബ്രോഡ് ബീൻസ് കറി റെഡിയായി. ഇനി ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് നമ്മൾ മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇഡ്ഡലി ദോശ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും.
നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.